കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഇവിടെ ആരെയും കാണുന്നില്ലല്ലോടാ. നീ ആ കോളിംഗ് ബെല്ലൊന്നും അടിച്ചേ. ഉമേ, ആരാ നോക്ക്. ആരാ? അയ്യോ, ഞങ്ങളെ മനസ്സിലായില്ലേ? അതെ, സാറിന് ഞങ്ങളെ മനസ്സിലായില്ലേ? ഞാൻ മന്ദാകിനി. ഇതെന്റെ മകൻ മഹേഷ്. നമ്മുടെ സച്ചിയുടെ അതന്നെ. ഇന്ദുവിന്റെ രാഹുലിന്റെ കല്യാണത്തിന് ഞങ്ങൾ വളരെ സജീവമായിട്ട് അവിടെ അതെ 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 അതെ. മനസ്സിലായി. അകത്തേക്ക് വരൂ. എനിക്കാദ്യം മനസ്സിലായില്ല കേട്ടോ. ഇങ്ങനെയൊക്കെയല്ലേ മനസ്സിലാക്കണത്. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? അയ്യോ, ഇപ്പൊ ഒന്നും വേണ്ട. ഞങ്ങൾ ഇതുവഴി വന്നപ്പോ ഇന്ദുമോളെയും രാഹുലിനെ ഒന്ന് കാണാന്ന് വിചാരിച്ച് കേറിയതാ. മോളെവിടെ? ഹായ് ബ്രോ. ബ്രോയ്ക്ക് എന്നെ മനസ്സിലായോ? ഞാൻ ഇന്ദുവിന്റെ കസിനാ. മനസ്സിലായി. ഇന്ദുവിനെ കൂടെ ഒന്ന് വിളിക്ക് രാഹുലെ. രണ്ടുപേരും ഇന്ന് താലികെട്ടിന്റെ ദിവസം കണ്ടതല്ലേ. മോളെ ഒന്ന് കാണാൻ കൊതിയായി. ഇന്ദുവിളില്ലെന്ന് അച്ഛനമ്മയും പറഞ്ഞില്ലേ? ഇന്ദുമോൾ ഇവിടെ ഇല്ലേ? അവള് പിന്നെ എവിടെ പോയി? അത് ഇന്ദുമോൾ അവളുടെ വീട്ടിൽ പോയിരിക്കുക. കുറച്ചു ദിവസമായിട്ട് അവൾ അവിടെയാ. അയ്യോ, അതെന്നാ പറ്റി? മോക്ക് വല്ല അസുഖമായിട്ടും പോയതാണോ? ഈ അമ്മ എന്തൊക്കെ മണ്ടത്തരായി പറയുന്നേ? ഡോക്ടർ ഇവിടെ ഉള്ളപ്പം ഇന്ദു അസുഖമായിട്ട് വീട്ടിൽ പോകും. അയ്യോ, അത് ശരിയാണല്ലോ. രാഹുലിനൊരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു വയനാട്ടിലെ. ആ സമയത്ത് ഇന്ദു ഇവിടെ തനിച്ചിരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് കരുതി അച്ഛന്റെയും അമ്മയുടെ അടുത്തേക്ക് പോയതാ. അല്ല, അതെന്താ? അവൾക്ക് ഇവിടെ ഒരു അച്ഛനും അമ്മയും ഇല്ലേ? നിങ്ങൾ അവളുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തോണ്ടാണോ അവള് പോയത്? അതൊന്നുമല്ല. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവർക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളെ അവര് ചെയ്യൂ. നമ്മളതിന് തടസ്സം നിന്നിട്ട് കാര്യമില്ലല്ലോ. കറക്റ്റ് ആംഗിളെ. ഹസ്ബൻഡ് അടുത്തില്ലാതെ അയാളുടെ വീട്ടുകാർക്ക് വെച്ചു കുളമ്പി കൊടുക്കാനൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികളെ കിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ദുവിന് അതിന്റെ ആവശ്യവും. ഒന്ന് പോടാ. ഇന്ദു വായില് വെള്ളിക്കരണ്ടി ആയിട്ട് ജനിച്ച കൊച്ചാണെങ്കിലും ഭർത്താവിന്റെ വീട്ടിലെത്തിയ അവളുടെ വീട് പിന്നെ അതായിരിക്കണം. ഈ കുടുംബം അത്ര മോശമൊന്നും അല്ലല്ലോ. രാഹുൽ ഇന്ന് തന്നെ ഇന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമായിരിക്കുമല്ലോ അല്ലേ? ഇല്ല ആന്റി, ഇന്ദുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ കുറച്ച് ടൈം എടുക്കും. അയ്യോ, അതിനുവേണ്ടിയുള്ള ഡിസ്കഷൻ നടക്കുന്നേ ഉള്ളൂ. ഡിസ്കഷനോ? അപ്പോ നിങ്ങളിപ്പോ സെപ്പറേറ്റ് ആണോ? യെസ്. അയ്യോ, തൽക്കാലം ഒന്ന് വിട്ടു നിൽക്കുക. എന്തുവാണ് നീ തീരുമാനം എടുക്കേണ്ടത്? അയ്യോ, എന്തൊക്കെ പ്രതീക്ഷകളോടെ നടത്തിയൊരു കല്യാണം. അല്ല, എന്തായിരുന്നു മോനെ പ്രശ്നം? സോറി ആന്റി, ഫാമിലി ഇഷ്യൂസ് പുറത്തുള്ളവരോട് ഡിസ്കസ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം നിർബന്ധമാണെങ്കിൽ ഇന്ദുവിന്റെ വീട്ടിൽ പോയി തിരക്കിക്കോളൂ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. എഴുന്നേക്ക് മഹേഷ്, നമുക്കിറങ്ങാം. അതെ, അവൻ അങ്ങനെ ഒരു ടൈപ്പാ. എന്ത് കാര്യം എടുത്തടിച്ച പോലെ മുഖത്ത് നോക്കി. ചുമ്മാതല്ല ഇന്ദു ഇറങ്ങി പോയത്. അന്ന് കല്യാണ ഫംഗ്ഷന് ആട്ടവും പാട്ടവും ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു രാഹുലും ഇന്ദു ഒക്കെ സൂപ്പർ ജോഡികളായിരിക്കും. അങ്ങനെ ആട്ടവും പാട്ടും ഒന്നുമല്ല മഹേഷ ജീവിതം. എന്തായാലും ഇത് വളരെ പെട്ടെന്നായി പോയി. വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്നുള്ള സ്വഭാവമുള്ള മകന് പെണ്ണ് കെട്ടി കൊടുക്കുമ്പോ ആലോചിക്കണ്ടേ സാറേ? ഒരു പെങ്കൊച്ചിന്റെ ജീവിതമല്ലേ പോയത്? അങ്ങനെയൊക്കെ പറയാൻ വരട്ടെ മന്ദാകിനി. രാഹുലും ഇന്ദുവും വീണ്ടും ഒന്നാകുമെന്നാ ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ശരി, എന്നാ പിന്നെ നമുക്ക് അതിന് ശേഷം കാണാം. ഞങ്ങൾ ഇറങ്ങോ? ശരി ആങ്ങളെ. ശരി ആന്റി. വേഗം
ഇതെന്താ നിങ്ങൾ ടൂർ കഴിഞ്ഞ് ഇത്രയും വേഗം എത്തിയോ? എന്താ പ്രഭേ? മോളും സത്യനും തിരിച്ചു വന്നത് കണ്ടില്ലേ സുധേട്ടാ? ഞാൻ വിചാരിച്ചത് ഇനി 2 ദിവസം കഴിഞ്ഞ് ഇവര് മടങ്ങി എന്ത് വരുമെന്നാ. പറ്റി മോളെ? എന്താ നിങ്ങൾ വേഗം തിരിച്ചു വന്നത്? പ്രതിഭയ്ക്ക് അവിടുത്തെ കാലാവസ്ഥ പിടിച്ചില്ലാന്ന് തോന്നുന്നു അങ്ങളെ. നല്ല തലവേദനയായിരുന്നു. അയ്യോ, പനിയോ മറ്റോ ഉണ്ടോ മോളെ? ഇല്ലമ്മേ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അവിടെ കുറച്ചു സമയം ഒന്ന് കറങ്ങി വരുമ്പോഴേക്കും പ്രതിഭയ്ക്ക് ക്ഷീണമായി. പിന്നെ എവിടെയും പോകാനൊരു മൂഡില്ലെന്ന് പറഞ്ഞു. മുറിയിൽ അടച്ചിരിക്കാനാണെങ്കിൽ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അതാ പിന്നെ ഇന്നലെ രാത്രി തന്നെ തിരിച്ചു വന്നത്. ഡോക്ടർ വല്ലതും കാണണോ മോളെ? വേണ്ട അച്ഛാ, സത്യേട്ടൻ കേറുന്നില്ലേ? അമ്മേ, ചായ വേണം. അല്ല, എനിക്ക് വേണ്ട. ഞാൻ ഇറങ്ങുക. വന്ന സ്ഥിതിക്ക് ട്രാവൽസിലെ കാര്യങ്ങളൊക്കെ നോക്കണം. പ്രതിഭ 2 ദിവസം ഇവിടെ നിൽക്കട്ടെ ഞങ്ങളെ. ഇവളുടെ തലവേദനയ്ക്ക് മാറിയിട്ട് ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അയ്യോ മോൻ, ചായ കുടിച്ചിട്ട് പോ. വേണ്ടതിട്ട് ഞങ്ങളെ. ചിലപ്പോൾ ഞാൻ രാത്രിയിൽ ഇങ്ങോട്ടേക്ക് തന്നെ വരും. അപ്പോൾ കാണാം. ഉണ്ണിക്കുട്ടനെ കൊണ്ടുവന്നു. അങ്കിൾ ശബരി വന്നില്ലേ? ഇല്ല, അവനെ കമ്പനിന്ന് വിട്ടു നിൽക്കാൻ പറ്റാത്ത ഭയങ്കര തിരക്കാൻ വിളി. മോനെ ഉണ്ണിക്കുട്ട, നീ വല്യമ്മയെ മറന്നോടാ? വല്യമ്മയുടെ വരൂ, അകത്തേക്ക് പോ. ആയിക്കോട്ടെ.